അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് മഹ്ശറ എന്ന് പറയുന്ന മഹാസംഗമ ഭൂമിയെക്കുറിച്ചാണ്. വിധി തീർപ്പിൻ്റെ മഹാസാഗരവും അനന്തമായ വിസ്മയ ലോകവും മനുഷ്യൻ്റെ പരിമിതമായ ഭാവനകൾക്കും യുക്തിചിന്തകൾക്കും അപ്പുറം നിലകൊള്ളുന്ന, എന്നാൽ ഉണ്ടാവൽ അനിവാര്യമായ ഒരു പരമയാഥാർത്ഥ്യമാണ് മഹ്ശറ. അതൊരു കേവല സ്ഥലനാമമോ സമയസൂചികയോ മാത്രമല്ല. പ്രപഞ്ചത്തിൻ്റെ നാടകീയമായ അന്ത്യത്തിന് ശേഷം ഉദയം ചെയ്യുന്ന സത്യത്തിൻ്റെ അനന്തമായ ലോകമാണത്. ഐഹിക ജീവിതത്തിൻ്റെ വർണ്ണപ്പകിട്ടാർന്നതും എന്നാൽ ക്ഷണികവുമായ തിരശ്ശീല വീഴുകയും മരണമെന്ന സത്യത്തിലൂടെ കടന്നുപോയ കോടാനുകോടി ആത്മാക്കൾ വീണ്ടും ജീവൻ പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു മഹാസംഗമവേദി. ഇന്നത്തെ നാം കാണുന്ന ശാന്തമായ ഭൂമിയും നീലാകാശവുമല്ല അന്നത്തേത്. ഇസ്രാഫീൽ എന്ന മലക്കിൻ്റെ കാഹളം മുഴങ്ങുന്നതോടെ ഈ പ്രപഞ്ചം അതിൻ്റെ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തുന്നു. ആകാശം വെട്ടിപ്പിളരുകയും നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും പർവ്വതങ്ങൾ കടഞ്ഞ കാടുപോലെ പറന്നു നടക്കുകയും സമുദ്രങ്ങൾ തിളച്ചുമറിയുകയും ചെയ്യുന്ന ഭയാനകമായ അവസ്ഥയ്ക്ക് ശേഷം എല്ലാം പതുക്കെ ശാന്തമാകും. പിന്നീട് രണ്ടാമത്തെ കാഹളം മുഴങ്ങുന്നതോടെ നൂറ്റാണ്ടുകളായി മണ്ണിൽ അലിഞ്ഞു ചേർന്ന അസ്ഥിശകലങ്ങളും ധൂളികളും വീണ്ടും ജീവൻ പ്രാപിക്കുന്നു. ആദ്യപിതാവായ ആദം നബി മുതൽ അന്ത്യനാളിൻ്റെ വെളിപ്പാടകല വരെ ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ മനുഷ്യനും, അവൻ ചക്രവർത്തിയോ യാചകനോ പണ്ഡിതനോ പാമരനോ വിശ്വാസിയോ അവിശ്വാസിയോ ആകട്ടെ, യാതൊരു വേർതിരിവുമില്ലാതെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന മഹാദിനം. വിചിത്രമായ ആ ഭൂമിക പുതുതായി സൃഷ്ടിക്കപ്പെട്ട ഇന്നത്തെ ഭൂമി പോലെയല്ല. പച്ചവിരിച്ച വയലുകളോ ആകാശം മുട്ട നിൽക്കുന്ന പർവ്വതങ്ങളോ ഒഴുകുന്ന നദികളോ അവിടെ ഉണ്ടാവുകയില്ല. പ്രവാചക വചനങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ വെള്ളി ഉരുക്കിയൊഴിച്ചതുപോലെയുള്ള, അല്ലെങ്കിൽ വെളുത്ത റൊട്ടിക്കഷ്ണം പോലെ പരന്നു കിടക്കുന്ന അതിവിശാലമായ ഒരു തരിശുഭൂമിയായിരിക്കും മഹ്ശറ. അവിടെ ഒളിച്ചിരിക്കാൻ ഒരു മരത്തിൻ്റെ മറയോ, കയറി നിൽക്കാൻ ഒരു കുന്നിൻ ചെരുവോ, വിശ്രമിക്കാൻ ഒരു കെട്ടിടമോ, എന്തിനു ഒരു ചെറിയ കല്ലിൻ്റെ അടയാളം പോലും അവിടെ ഉണ്ടാവുകയില്ല. ദിശയറിയാത്ത ആ ശൂന്യതയിൽ ഭീതിതമായ ഒരു നിശബ്ദത വല്ലാണ്ട് തളം കെട്ടി നിൽക്കും. അതിഭയാനകമായിരിക്കും അന്നത്തെ അന്തരീക്ഷം. സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സൂര്യൻ മനുഷ്യരുടെ തലക്ക് തൊട്ടുമുകളിൽ ഒരു വെളിപ്പാടകലെ മാത്രം കൊണ്ടുവരപ്പെടും. ഭൂമിയിൽ വെച്ച് നാം അനുഭവിച്ച സൂര്യൻ്റെ ചൂടിൻ്റെ എത്രയോ മടങ്ങ് തീവ്രതയോടെ അത് കത്തിജ്വലിച്ചു നിൽക്കും. അതിൻ്റെ ഉഗ്രതയിൽ മനുഷ്യരുടെ തലച്ചോറ് തിളച്ചുമറിയുന്ന പാത്രത്തിലെ വെള്ളം പോലെ തിളക്കുകയായിരിക്കും. ഈ വിചിത്ര ലോകത്ത് മനുഷ്യർ എല്ലാവരും നഗ്നരും നഗ്നപാതരും ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരുമായിരിക്കും. മഹദി ആയിഷ ബീവി ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ നൽകിയ മറുപടി, അന്നത്തെ അവസ്ഥ ലജ്ജയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം നൽകാത്തത്ര ഭീകരമായിരിക്കും എന്നായിരുന്നു. ഓരോ ആത്മാവും അവരവരുടെ വിധി എന്താകുമെന്ന ചിന്തയിൽ വിറങ്ങലിച്ച് നിൽക്കുകയായിരിക്കും. സൂര്യൻ്റെ അതിഭീകരമായ ചൂടിലും ജനത്തിരക്കിലും മനുഷ്യൻ ഉരുകിയൊലിക്കുന്ന അവസ്ഥയുണ്ടാകും. വെറും വെള്ളമല്ല, മറിച്ച് പാപഭാരത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന വിയർപ്പായിരിക്കും അവരിൽ നിന്ന് ഒഴുകി വരിക. ഓരോരുത്തരും ഭൂമിയിൽ വെച്ച് ചെയ്ത പാപങ്ങളുടെ അളവനുസരിച്ച് സ്വന്തം വിയർപ്പിൽ മുങ്ങിത്താഴും. ചിലർക്ക് വിയർപ്പ് കണങ്കാൽ വരെയാണെങ്കിൽ മറ്റു ചിലർക്ക് മുട്ടുവരെ, ചിലർക്ക് അരവരെ, ഇനിയും ചിലർക്ക് നെഞ്ചുവരെയും എത്തുന്നതാണ്. കഠിന പാപികളാകട്ടെ സ്വന്തം വിയർപ്പിൽ മുങ്ങിത്താഴ്ന്ന് ശ്വാസം കിട്ടാതെ പിഴയുകയായിരിക്കും. ഭൂമിയിലെ സകല ബന്ധങ്ങളും സ്നേഹങ്ങളും അറുത്തുമാറ്റപ്പെടുന്ന വേദിയാണത്. രക്തബന്ധങ്ങൾ പോലും അവിടെ അർത്ഥശൂന്യമാകും. അന്ന് മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകും. തൻ്റെ മാതാവിനെയും പിതാവിനെയും തൻ്റെ ഇണയെയും മക്കളെയും വിട്ട് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ദിവസം. സ്വന്തം മകനെ കാണുമ്പോൾ മാതാവ് ഓടിയകലുന്ന, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ മുഖം തിരിക്കുന്ന, സഹോദരൻ സഹോദരനെ തള്ളിപ്പറയുന്ന അതിഭീകരമായ ഒരവസ്ഥ. ഭൂമിയിൽ വെച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ പോലും തങ്ങളുടെ ഏതെങ്കിലും ഒരു നന്മ മക്കൾ ചോദിച്ചാലോ എന്ന് ഭയന്ന് അവരിൽ നിന്ന് ഓടിയൊളിക്കുന്ന ഒരു അവസ്ഥ. ഓരോരുത്തരും എൻ്റെ കാര്യം നഫ്സി നഫ്സി എന്ന് മാത്രം മന്ത്രിച്ചുകൊണ്ട് സ്വന്തം രക്ഷക്കായി നെട്ടോട്ടമോടുന്ന നിമിഷം. കോടാനുകോടി ജനങ്ങൾക്കിടയിലും ഓരോരുത്തരും തികച്ചും ഏകാഗിയായിരിക്കും. ആ വിചിത്ര ലോകത്തിലെ കാത്തിരിപ്പ് തന്നെ ഒരു വലിയ ശിക്ഷയാണ്. വിചാരണ തുടങ്ങുന്നതിനായി 50,000 വർഷത്തോളം ദൈർഘ്യമുള്ള ഒരു പകൽ മനുഷ്യർ നിൽക്കേണ്ടി വരും. ആ കാത്തിരിപ്പിൻ്റെയും ചൂടിൻ്റെയും ദാഹത്തിൻ്റെയും കാഠിന്യം സഹിക്കാനാവാതെ
ജനങ്ങൾ പ്രവാചകന്മാരെ സമീപിച്ച് അള്ളാഹുവിനോട് വിചാരണ തുടങ്ങാൻ ശുപാർശ ചെയ്യാൻ അപേക്ഷിക്കും. ആദം നബി, നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി എന്നിവരെയെല്ലാം സമീപിക്കുമെങ്കിലും അവരെല്ലാം സ്വന്തം കാര്യത്തിലുള്ള ഭയം കാരണം പിന്മാറുകയായിരിക്കും. ഒടുവിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് താഴെ സുജൂദിൽ വീഴുകയും അള്ളാഹു നബിയുടെ ശുപാർശ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതോടെ വിചാരണയുടെ തുടക്കമാകും. ഒടുവിൽ സർവാധികാരിയായ അള്ളാഹുവിൻ്റെ കോടതി വിചാരണക്കായി തുറക്കപ്പെടും. ആകാശങ്ങൾ പിളരുകയും മലക്കുകളുടെ വ്യൂഹങ്ങൾ അച്ചടക്കത്തോടുകൂടെ ഇറങ്ങി വരികയും ചെയ്യും. ഇന്ന് രാജാധികാരം ആർക്കാണ് എന്ന് അതിഗാംഭീര്യത്തോടെ അള്ളാഹു ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പോലും ഭയന്ന് സർവ്വചരാചരങ്ങളും നിശബ്ദമായിരിക്കും. ഏകനും സർവാധികാരിയുമായ അള്ളാഹു മാത്രം എന്ന് അവൻ തന്നെ മറുപടി പറയും. നാം ഭൂമിയിൽ ചെയ്ത ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ കർമ്മങ്ങളും ഒരു കണ്ണിറുക്കൽ പോലും വിടാതെ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ പറന്നുവരും. ചിലർക്ക് അവരുടെ കർമ്മരേഖകൾ വലതു കൈകളിൽ ലഭിക്കും. അവർ മുഖപ്രസന്നതയുള്ള വിജയികളായിരിക്കും. എന്നാൽ മറ്റു ചിലർക്ക് ഇടത് കൈകളിലായിരിക്കും ലഭിക്കുക. അവർ മുഖം കറുത്ത പരാജയപ്പെട്ടവരായിരിക്കും. നമ്മുടെ അവയവങ്ങൾ തന്നെ നമുക്കെതിരെ സാക്ഷി പറയുന്ന, ഒട്ടും അനീതി കാണിക്കാത്ത, കൃത്യമായി നീതി നടപ്പാക്കുന്ന കോടതിയാണത്. നാവുകൾക്ക് പൂട്ടിടുകയും കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി പറയുകയും ചെയ്യുന്ന ദിവസം. നന്മയുടെയും തിന്മയുടെയും കൃത്യമായ അളവ് രേഖപ്പെടുത്തുന്ന മീസാൻ എന്ന തുലാസ് അവിടെ സ്ഥാപിക്കപ്പെടും. എന്നാൽ ഈ കൊടും ഭീകരതകൾക്കിടയിലും സത്യവിശ്വാസികൾക്ക് ആശ്വാസത്തിൻ്റെ ചില തുരുത്തുകളുണ്ട്. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ സജ്ജനങ്ങൾക്കും പുണ്യാത്മാക്കൾക്കും അവൻ്റെ അർശിൻ്റെ ശീതളമായ ആ ഒരു തണൽ ലഭിക്കും. നീതിമാനായ ഭരണാധികാരി, യൗവനത്തിൽ അള്ളാഹുവിന് വഴിപ്പെട്ടവൻ, പള്ളിയിൽ ഹൃദയം ബന്ധിച്ചവൻ, ഏകാന്തതയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണുനീരൊഴുക്കിയവൻ, ഇങ്ങനെയുള്ള 7 വിഭാഗങ്ങൾക്കായിരിക്കും ആ കൊടും ചൂടിലും പ്രത്യേക പരിഗണന ലഭിക്കുക. കൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസർ എന്ന സ്വർഗീയ ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നവർ പോലും അവിടെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഒരു തവണ കുടിച്ചാൽ പോലും അവർക്ക് ദാഹമുണ്ടാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ മഹ്ശർ എന്നത് കേവലം ഭയപ്പെടുത്താനുള്ള ഒരു കഥയല്ല, മറിച്ച് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ അർത്ഥപൂർണമാക്കാനും ധാർമ്മികതയുടെയും നന്മയുടെയും വഴിയിൽ സഞ്ചരിക്കാനും നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ്. ക്ഷണികമായ ഈ ലോക ജീവിതത്തിനപ്പുറം ശാശ്വതമായ ഒരു ലോകം നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്നും അവിടെ ഓരോ നിശ്വാസത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ശക്തമായ താക്കീതാണത്. ആ മഹാദിനത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിൻ്റെ അനന്തമായ കാരുണ്യത്തിന് അർഹനാകാനും നാം ഓരോരുത്തരും സദാസമയം പ്രാർത്ഥിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.